90 വയസ്സിലേക്ക് കടക്കുന്ന 14-ാം ദലൈലാമ തന്റെ പിന്തുടർച്ചയെക്കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം നടത്തി. 15-ാം ദലൈലാമ തന്റെ മരണശേഷമായിരിക്കും കണ്ടെത്തപ്പെടുക എന്ന് ധരംശാലയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. കാരുണ്യമൂർത്തിയായ ബോധിസത്വ പുനരവതാരമെന്ന ആത്മീയ മാനത്തിനൊപ്പം ടിബറ്റൻ സ്വാതന്ത്ര്യാഭിലാഷത്തിന്റെ രാഷ്ട്രീയ മാനം കൂടിയുണ്ട് ദലൈലാമകളുടെ പരമ്പര പ്രഖ്യാപനത്തിൽ. അതുകൊണ്ടുകൂടിയാണ് 14-ാം ദലൈലാമ തന്റെ പിൻഗാമിയെ സംബന്ധിച്ച് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ലോകം ഉറ്റുനോക്കുന്നത്. പുതിയ ദലൈലാമയെ പ്രഖ്യാപിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന ചൈനീസ് നിലപാടിനുള്ള മറുപടി കൂടിയാണ് നിലവിലെ ദലൈലാമ ടെൻസിൻ ഗ്യാറ്റ്സോയുടെ പ്രഖ്യാപനത്തെ ലോകം കാണുന്നത്. ആദ്യം RDX. ചൈനീസ് അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പിനെ പ്രതിനിധീകരിക്കുന്നതാണ് ധരംശാലയിലെ ദലൈലാമയുടെ നേതൃത്വത്തിലുള്ള ടിബറ്റൻ പ്രവാസ ഭരണകൂടം. 15-ാം ദലൈലാമയെ തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന ചൈനയുടെ പ്രഖ്യാപനത്തിനുള്ള മറുപടിയാണ് 90-ാം പിറന്നാളിന് മുന്നോടിയായി ദലൈലാമ നടത്തിയിരിക്കുന്നത്. പിന്തുടർച്ചയുണ്ടാകുമെന്നും തന്റെ മരണശേഷം ഫൊദ്രാങ് ട്രസ്റ്റിനായിരിക്കും തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തമെന്നുമാണ് ധരംശാലയിൽ നടത്തിയ പ്രഖ്യാപനം. ലോകമെമ്പാടുമുള്ള ബുദ്ധിസ്റ്റുകൾ ലാമ പാരമ്പര്യം തുടരണമെന്ന് അഭ്യർത്ഥിച്ച സാഹചര്യത്തിലാണ് പ്രസ്താവന. ടിബറ്റൻ ബുദ്ധിസത്തിന്റെ പരമോന്നത നേതാവും ടിബറ്റിന്റെ അധികാരിയുമാണ് ദലൈലാമയെങ്കിലും 2011 തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാസ സർക്കാരിന് അദ്ദേഹം ഭരണ ചുമതല കൈമാറിയിരുന്നു. തനിക്ക് പിൻഗാമികൾ ഉണ്ടാകുമോ എന്ന കാര്യം ഉത്തരവാദിത്തപ്പെട്ടവർ കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് 1969 ദലൈലാമ വ്യക്തമാക്കിയത്. ജൂലൈ 6-നാണ് ദലൈലാമയ്ക്ക് 90 വയസ്സാകുന്നത്. തിങ്കളാഴ്ച മുതൽ ധരംശാലയിൽ ജന്മദിനാഘോഷങ്ങൾ നടക്കുകയാണ്. RDS റാപ്പ് ന്യൂസ് മലയാളം. മരണശേഷം തനിക്ക് പിൻഗാമി ഉണ്ടാകും എന്നാണ് ദലൈലാമ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപിക്കാനുള്ള അവകാശം ഗാദൻ ഫ്രോദാങ് ട്രസ്റ്റിനാണ് എന്നുകൂടി ദലൈലാമ പറയുന്നു. തെരഞ്ഞെടുപ്പിലും പ്രഖ്യാപനത്തിലും മറ്റാർക്കും ഇടപെടാനാകില്ല എന്നാണ് ദലൈലാമ പറയുന്നത്. ബുദ്ധമത പാരമ്പര്യത്തിന് അനുസൃതമായി തെരഞ്ഞെടുക്കപ്പെടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം. ദലൈലാമയുടെ ആത്മീയ ഭരണകാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ട്രസ്റ്റാണ് ഗാദൻ ഫ്രോദാങ്. ഈ ലാമ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ദലൈലാമയുടെ മരണശേഷം ശിഷ്യന്മാർ പുനർജന്മത്തിനായി അന്വേഷണം ആരംഭിക്കുന്നതാണ് പാരമ്പര്യം. ദർശനങ്ങളുടെയും ആത്മീയ അടയാളങ്ങളുടെയും അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ്. പുനർജന്മം ഏത് ശരീരത്തിലെന്ന് തെരഞ്ഞെടുക്കാൻ ആത്മീയ നേതാവിന് കഴിയും എന്നാണ് ബുദ്ധമത വിശ്വാസം. ബാലന്മാരെയാകും പുനർജന്മമായി കണ്ടെത്തുക. അധികാരമേൽക്കാൻ വർഷങ്ങളെടുക്കും. 14-ാം ദലൈലാമ ടെൻസിൻ ഗ്യാറ്റ്സോയാണ് ഇപ്പോഴത്തെ ദലൈലാമ. ടിബറ്റിലെ അമോദ ഗ്രാമത്തിൽ 1935 ജൂലൈ 6-നാണ് ജനനം. പുനർനാമം ലാമോ തോണ്ടുപ് എന്നാണ്. 13-ാം ദലൈലാമ തുംറ്റൻ ഗ്യാറ്റ്സോയുടെ പിൻഗാമിയായി 1940 ടിബറ്റിൻ്റെ ആത്മീയ നേതാവായി ഇപ്പോഴത്തെ ദലൈലാമ വന്നു. ഇതോടെ ലോമോ തോണ്ടുപ് എന്ന പേര് ഉപേക്ഷിച്ചു. ടെൻസിൻ ഗ്യാറ്റ്സോ എന്ന് സ്വീകരിച്ചു. ടിബറ്റൻ സംസ്കാരം, ന്യായം, ബുദ്ധമത തത്വചിന്ത, സംസ്കൃതം തുടങ്ങിയവ അഭ്യസിക്കുകയും ചെയ്തു. ഇതിനിടെ ചൈനയുമായി ദലൈലാമ ഇടഞ്ഞു. ചൈനീസ് ഇടപെടലിന് പിന്നാലെ 1950 നവംബർ 17-ന് ടിബറ്റിൻ്റെ താൽക്കാലിക നേതാവായി സ്ഥാനമേറ്റെടുത്തു. 1951 ചൈനയുമായി സമവായത്തിലെത്തി. ടിബറ്റിൻ്റെ ഭരണരീതി മാറ്റില്ലെന്ന ഉറപ്പ് വാങ്ങി. 1957 ഖമ്പകളുടെ പ്രതിഷേധത്തോടെ സ്ഥിതി മാറി. ടിബറ്റ് ചൈനീസ് പട്ടാളത്തിൻ്റെ വരുതിയിലായി. ചൈനീസ് പട്ടാളം അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടത്തിൽ 1959 ഇന്ത്യയിൽ അഭയം തേടി. ടിബറ്റിൽ നിന്നെത്തിയവർക്ക് നെഹ്റു ധരംശാലയിലും കുടകിലും ഭൂമി അനുവദിച്ചു. 1959 ഏപ്രിലിൽ ടിബറ്റൻ പ്രവാസ സർക്കാർ രൂപീകരിച്ചു. ധരംശാലയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. എന്നാൽ ഈ ടിബറ്റിൻ്റെ അവകാശവാദവും ഒപ്പം ദലൈലാമയെ പ്രഖ്യാപിക്കാനുള്ള അവകാശവാദവും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന. ദലൈലാമയെ പ്രഖ്യാപിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ് എന്നാണ് ചൈന ആവർത്തിക്കുന്നത്. ദലൈലാമ ഉൾപ്പെടെ ബുദ്ധമത വ്യക്തിത്വങ്ങൾക്ക് ചൈനീസ് സർക്കാരിൻ്റെ അംഗീകാരം ആവശ്യമാണ് എന്നുകൂടി ചൈന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സനീഷ്, ഇതൊരു കൗതുകകരമായ അവസ്ഥയാണ്. ഇപ്പോൾ ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇരിക്കുന്ന ചൈന ഈ ദലൈലാമയുടെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അവർക്ക് അവകാശമുണ്ട് എന്നതുകൂടി പറഞ്ഞു വയ്ക്കുന്നു. അതിന് ഈ 18-ാം നൂറ്റാണ്ടിൽ രൂപീകരിച്ച അന്നത്തെ രാജാവ് തീരുമാനിച്ച ചില തീരുമാനങ്ങളും ഒക്കെയാണ് അതിന് ന്യായമായി ഈ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത് എന്നുള്ള കൗതുകം കൂടിയുണ്ട്. എന്തായാലും മൊത്തം എണ്ണക്കണക്കെടുത്താൽ മൊത്തം ബുദ്ധമതാനുയായികളുടെ എണ്ണത്തിൽ 3-4% മാത്രമാണ് ഈ ടിബറ്റൻ ബുദ്ധമതക്കാർ വരിക, ആ സമൂഹം വരിക. അതിൻ്റെ ആത്മീയ നേതാവാണ് ഇത്. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ പ്രാധാന്യം കൊണ്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം. അതെ, ഇതിപ്പം രാഷ്ട്രീയമായിട്ടും ആത്മീയമായിട്ടും വലിയ കൗതുകമുള്ളൊരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഒരു 10-75 കൊല്ലത്തിന് ശേഷമായിരിക്കുമല്ലോ ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ 13-ാമത്തെ വയസ്സിലാണ് ലാമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. അപ്പോൾ ഒരു 10-75 വർഷമായിട്ട് അദ്ദേഹം
ഇങ്ങനൊരു പ്രോസസ്സ് നടന്നിട്ടില്ല. അപ്പോൾ അവിടെ ലാമയെ ചൈനക്ക് പുറത്തുള്ള ഒരാളായിരിക്കുന്ന ചില സൂചനകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ 50 കോടി മുതൽ 53 കോടി വരെ ആളുകളുണ്ട് ലോകത്താകെ ബുദ്ധമത അനുയായികൾ, വിശ്വാസികൾ. ലോകത്തെ പ്രധാനപ്പെട്ട മതങ്ങളിൽ 4ാം സ്ഥാനത്തുള്ളതാണ് ബുദ്ധമതം. ക്രിസ്ത്യൻ, ഇസ്ലാം, ജൂതമതം, ഹിന്ദുമതം, അതിനുശേഷം പിന്നെ ബുദ്ധമതമാണ് ഏറ്റവും കൂടുതൽ ആളുകളുണ്ടാകും, 50 കോടി ആളുകൾ. അതിനകത്ത് ഈ ടിബറ്റൻ ബുദ്ധമതത്തിൽ മാത്രം ഏതാണ്ടൊരു 10 കോടി മുതൽ 15-20 കോടി വരെ ഉണ്ടാവും. അതിനകത്ത് തന്നെ ടിബറ്റൻ ബുദ്ധിസ്റ്റിലെ തന്നെ ഒരു പ്രത്യേക ധാരയാണ് ഈ പറയുന്ന ദലൈലാമയുടെ ധാര. ടിബറ്റൻ ബുദ്ധിസ്റ്റിന് മറ്റു ധാരകളുണ്ട് അത്രേ. ഇതിനിപ്പോൾ എന്താ ഒരു പേര് പറയും, അതായത് ഗലുഗ് സ്കൂൾ ഓഫ് ടിബറ്റൻ ബുദ്ധിസ്റ്റിൻ്റെ ആളാണ് ഈ നമ്മൾ കാണുന്ന ദലൈലാമ. ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്നതുകൊണ്ട്, കേരളവുമായിട്ടൊക്കെ പരിസരത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ യോദ്ധ സിനിമയിൽ ഏതാണ്ട് ഈ ലാമയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ല കാര്യമുണ്ടല്ലോ, നല്ല രസമുള്ള സിനിമയാണത്. നമ്മുടെ ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറയാവുന്നൊരു സിനിമയാണ്. അതിനകത്ത് ഈ കുട്ടിയായിട്ടുള്ള ലാമയാണല്ലോ അക്കോസോട്ടെ, നല്ല പരിചയമുണ്ട് അങ്ങനെ. അതുകൊണ്ട് ഇതിനകത്ത് ചൈനയ്ക്ക് നേരത്തെ പറഞ്ഞല്ലോ, ചൈനയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടിബറ്റ് എന്നത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അവരുടെ ഈ സൈനികമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അവിടെ പ്രത്യേകമായ കൾച്ചറുള്ള ആളുകളായതുകൊണ്ട്, ടിബറ്റൻ ബുദ്ധിസ്റ്റുകളായതുകൊണ്ട് അവർ പ്രത്യേകമായിട്ട് രാജ്യം എന്ന അവകാശത്തോട് ഒരിക്കലും ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ചൈന പിന്നെ നദികളുടെ സാന്നിധ്യം കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ചൈന ഞങ്ങളുടേതന്നേ എല്ലാ കാലത്തും അവർ പറയും. അതുകൊണ്ടാണല്ലോ ടിബറ്റ് അവർക്ക് ഇവിടെ വന്നിട്ട് സ്വന്തം രാജ്യമില്ലാതെ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ദലൈലാമയാണ് അവരുടെ ആത്യന്തികമായുള്ള അധികാരിയും നേതാവും, അവരുടെ വൈകാരികമായുള്ള സ്ഥാനവും കേന്ദ്രസ്ഥാനവും. അപ്പോൾ ആ ദലൈലാമയെ പ്രഖ്യാപിക്കുന്നത് ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നേരത്തെ ഹർഷം പറഞ്ഞു. അതായത് ക്വിങ് രാജവംശം 18ാം നൂറ്റാണ്ടിൽ അവർ പറഞ്ഞത് ഈ പറയുന്നതിൻ്റെ ആത്യന്തികമായുള്ള അധികാരം നിങ്ങൾ തീരുമാനിച്ചുള്ളൂ, പക്ഷേ അധികാരം ഞങ്ങൾ കൂടെ തരേണ്ടതാണ്, ഞങ്ങളുടെ സമ്മതം കൂടെ പറ്റിയാലേ ഇത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യത്തെ ഇങ്ങോട്ട് എടുക്കുകയാണ്. പിന്നെ നിയമപരമായിട്ടും ഒരു ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൈനീസ് സർക്കാർ. അപ്പോൾ ഏത് വിധത്തിലും ഞങ്ങളുടെ കൂടെ അധികാരം ഉണ്ടായാലേ അത് പറ്റുമെന്നാണ് ചൈനീസ് സർക്കാർ പറയുന്നത്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തവണ 2 ലാമമാരുണ്ടാവുമെന്നാണ്. ഒന്ന് ചൈന തിരഞ്ഞെടുക്കുന്ന ദലൈലാമ, ഒന്ന് ശരിക്കും ഇദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനുള്ള ലാമ. നമ്മൾ ഇപ്പോൾ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയുടെ ലോജിക്കൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളിതെല്ലാം വായിച്ചു നോക്കുമ്പോൾ അടുത്ത ലാമയെ നിശ്ചയിക്കാനുള്ള അധികാരം നിശ്ചയമായിട്ടും ദലൈലാമയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ ധാരയിൽപ്പെട്ട ആളുകൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അത് പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവർ വളരെ നെഗറ്റീവായിട്ടുള്ള എതിർപ്പ് നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിൽ സ്വന്തം സ്ഥലം വിട്ടു പോന്നിട്ട് മറ്റൊരു സ്ഥലത്ത് അവർക്ക് ഭൂമിയില്ല, പക്ഷേ അവരുടെ രാജ്യത്തെ അവരുണ്ടാക്കുക, വൈകാരികമായിട്ട് അവരുടെ മനസ്സിൽ അതിനെ ഉണ്ടാക്കിയെടുക്കുക. അതിനകത്ത് വളരെ പോരാടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ടെൻസിൻ സിന്ധു എന്നൊക്കെ പറയുന്നൊരു കവിയുണ്ട്. ഞാൻ വളരെ മുമ്പ് അദ്ദേഹത്തെ നേരിട്ട് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒക്കെ ഇതിനകത്ത് സ്വന്തം നാടില്ലാത്തതിൻ്റെ വേവലാതിയിൽ, പക്ഷേ അവരുള്ളിടത്ത് അവരുടെ നാടിനെയും കൾച്ചറിനെയൊക്കെ പരീക്ഷിച്ച് പോകുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളാണ്. അപ്പോൾ അവരുടെ ലാമയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ വലിയ തോതിലുള്ള ഒരു കൗതുകം നിറഞ്ഞ രാഷ്ട്രീയ ആത്മീയ സംഭവമായിട്ട് വരും ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും മാറും. ചൈന നിശ്ചയമായിട്ടും ഈ അവകാശം വിട്ടുകൊടുക്കുകയെ പോകുന്നില്ല. ചൈന ഏത് വിധത്തിലും അവരുടെ ഒരു നേതാവിനെ നിശ്ചയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്വിങ് രാജവംശം അന്ന് തീരുമാനിച്ചത്, അത് ക്വിങ് രാജവംശത്തിന്റെ അധികാരം അത് ചൈനീസ് സർക്കാരിനാണ് എന്നതാണ് ചൈനീസ് സർക്കാരിന്റെ ബെയ്ജിങ്ങിനാണ് അധികാരം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാലത്തുമുള്ള പ്രശ്നം, ഇവർ സാംസ്കാരികമായി വ്യത്യസ്തരാണ്, ഭാഷാപരമായും സാംസ്കാരികമായും ഒക്കെ മൊത്തം ചൈനയുടെ ഒരു സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തരാണ് ഇവർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ചൈനയിൽ മഹായാന ബുദ്ധ വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, അതിൻ്റെ ഉപവിഭാഗങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ ചൈനീസ് കൾച്ചറിനോട് ഇവരെ കൂടി ചേർക്കുക, ആ കൾച്ചർ ഇവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളതാണ് ചൈനീസ് സർക്കാരിൻ്റെ തീരുമാനം. സംസ്കാരത്തെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം എന്നുള്ള നിലപാട് അവരെടുക്കുന്നു. സനീഷ് ആദ്യം പറഞ്ഞതുപോലെ ഇത്തവണ മിക്കവാറും 2 ദലൈലാമ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. പഞ്ചൻ ലാമയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ദലൈലാമയ്ക്ക് തൊട്ട് താഴെയുള്ളത് പഞ്ചൻ ലാമയാണ്. അപ്പോൾ ഈ പഞ്ചൻ ലാമയെ കഴിഞ്ഞ തവണ വലിയ വാർത്തയായത്, ഇതുപോലെ വാർത്തയായത് ഓർമ്മയുണ്ടല്ലോ. പഞ്ചൻ ലാമയെ ദലൈലാമ തിരഞ്ഞെടുത്തു. ദലൈലാമയുടെ കൂടി അതും ഈ പറഞ്ഞതുപോലെയാണ്, പുനർജന്മം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ദലൈലാമ പറഞ്ഞ പഞ്ചൻ ലാമയെ പിടിച്ച് ചൈനീസ് സർക്കാർ ജയിലിലിട്ടു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വേറൊരു പഞ്ചൻ ലാമയെ ചൈനീസ് സർക്കാർ വെച്ചു. അപ്പോൾ 2 പഞ്ചൻ ലാമയായി. ഇത്തവണ ദലൈലാമയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അത് തന്നെയായിരിക്കും സംഭവിക്കുക. ഈ ചൈനയ്ക്ക് വെളിയിൽ മിക്കവാറും ഒരു ദലൈലാമയുണ്ടാവും, ചൈനയുടെ ഭാഗത്ത് മറ്റൊരു ദലൈലാമ കൂടി ഉണ്ടാവാൻ തന്നെയാണ്. അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തൊരു കാര്യം കൂടെ പെട്ടെന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, സിനിമ ദേശാടനം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, പഴയ ജയരാജൻ്റെ ദേശാടനം സിനിമ. അതിനകത്ത് ഒരു ചെറിയ കുട്ടിയായിരിക്കെ സന്യാസത്തിന് വീട്ടിൽ നിന്ന് പോകുന്ന നല്ല പാട്ടൊക്കെ ഉള്ളൊരു സിനിമയാണ്.
അതായത് ഈ കുട്ടി സെലക്ട് ചെയ്യപ്പെടുകയാണ് ഒരു ആത്മീയ നേതാവായിട്ട്. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഓർമ്മയില്ല. അപ്പോൾ ആ കുട്ടി പോകുന്നതുമായി ബന്ധപ്പെട്ട് അപ്പൂപ്പനും അമ്മയും ഒക്കെ തമ്മിലുള്ള ഇമോഷണൽ നല്ല സിനിമയായിരുന്നു. എന്ന് വെച്ചാൽ രസകരമായിട്ട് ഒരുപാട് കാലം മുമ്പ് കണ്ടതാണ്. ആ സിനിമയിലേതിനും സമാനമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ കുട്ടിയെ 2ാമത്തെ വയസ്സിലൊക്കെയാണ് ഇന്നയാളാണ്, 2ഓ 3ഓ വയസ്സിലപ്പോഴാണ് ഇന്നയാളാണ് അടുത്ത ലാമ എന്ന് സെലക്ട് ചെയ്യുന്നത്. പിന്നീട് ആ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി കുടുംബത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ ആത്മീയ ധാരയിലേക്ക് കൊണ്ടുവന്നിട്ട് ബുദ്ധമതവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാം പഠിപ്പിച്ച് അങ്ങനെ വന്ന ആളാണ് ഈ ദലൈലാമ. അപ്പോൾ ഇതിനകത്ത് വളരെയേറെ കൗതുകകരമായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ഈ വാർത്തകൾ വരുമ്പോൾ അതിനകത്ത് ശ്രദ്ധ ടിബറ്റിന് മേലുള്ള ചൈനയുടെ രാഷ്ട്രീയാധികാരത്തെ എതിർക്കുകയും സ്വന്തം നാട്ടിലും പ്രവാസത്തിലും തങ്ങളുടെ സ്വത്വം നിലനിർത്താൻ പാടുപെടുകയും ചെയ്യുന്ന മിക്ക ടിബറ്റുകാർക്കും ദലൈലാമയുടെ പിന്തുടർച്ചാവകാശ പദ്ധതി രാഷ്ട്രീയമായി നിർണായകമാണ്. അവരുടെ അസ്തിത്വത്തിൻ്റെ തുലാസാണത്. ടിബറ്റിൻ്റെ രക്ഷാധികാരിയും കാരുണ്യത്തിൻ്റെ ബോധിസത്വനുമായ ചെൻസിങ്ങിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപമായാണ് ദലൈലാമയെന്ന് വിശ്വസിക്കുന്ന ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്കും തീരുമാനം നിർണായകമാണ്. 1587 ദലൈലാമ പദവി സ്ഥാപിതമായതിനു ശേഷം 14 തവണ സംഭവിച്ചതുപോലെ താൻ ഏത് ശരീരത്തിലാണ് പുനർജന്മം സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് ടിബറ്റൻ ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നു. ആ വലിയ സമൂഹത്തിൻ്റെ വിശ്വാസം ലോകത്തിനും പ്രധാനമാണ്. അത് സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.